ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗൊന്നല്ല കേട്ടോ, ഒരു റെസിപ്പിയാണ്. അതായത് നമ്മുടെ ഒരു എന്താ പറയുക, മഞ്ഞളേത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുകയാണല്ലോ, അപ്പോൾ അതിൽ ഉമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡെലിവറി കഴിഞ്ഞ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ വിഷാംശങ്ങളും ഒക്കെ പുറത്തു പോകാനും, പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സൗന്ദര്യത്തിനും വയ്ക്കാനും ഒക്കെ ഇതിന് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ലേഹ്യമാണ് കേട്ടോ, മഞ്ഞൾ ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാ ലേഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ലേഹ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കുന്നത് ഇതാണ്. ഇനി പൂക്കുഴി ലേഹ്യം, പിന്നെ ഉലുവ ലേഹ്യം, അതൊക്കെ കഴിക്കാനുണ്ട്. ഉലുവ പിന്നെ ഞാൻ ചിലപ്പോൾ ലേഹ്യമായിട്ട് കഴിക്കുള്ളൂ, കാരണം ഉലുവ ഉമ്മ അങ്ങനെ പിഴിഞ്ഞ് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എങ്ങനെയായാലും ഉലുവ അകത്ത് പെട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാം അല്ലേ. ആ മഞ്ഞൾ ഇതാ നല്ല മഞ്ഞൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്, പൊടിയൊന്നുമല്ല കേട്ടോ. കാരണം പൊടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും അതിൽ കൂട്ടുണ്ടാവും എന്ന് വെച്ചിട്ടാണ് മഞ്ഞൾ എണ്ണായിട്ട് വാങ്ങിയത്. അപ്പോൾ 1 കിലോ മഞ്ഞളാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഉമ്മ കുറച്ച് തന്നെ മതി പറഞ്ഞു, കാരണം ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്ന ആളൊന്നല്ല കേട്ടോ. മരുന്നുകളൊന്നും എന്തായാലും മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പോൾ അത് കാരണം അത്രയൊന്നും കഴിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഉമ്മ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കാമല്ലോ കഴിച്ച് കഴിഞ്ഞിട്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാ മഞ്ഞൾ 1 കിലോനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവിച്ചെടുക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ഇതെല്ലാവർക്കും കഴിക്കുക. എന്താ പറയുക, കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും കല്യാണം കഴിക്കാനുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ മഞ്ഞൾ ലേഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ മറ്റ് ലേഹ്യങ്ങളെ പോലൊന്നും അല്ല കേട്ടോ. പിന്നെ അത് അതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് കേട്ടോ. അത് 1 കിലോനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഉമ്മ എടുത്തിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യം എത്രയാണോ ഓരോന്നും അളവിനനുസരിച്ച് തേങ്ങാപ്പാലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ 2 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. തേങ്ങാപ്പാൽ എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയിലാക്കി എടുത്തു കഴിഞ്ഞാലും അത്രയും ഇതാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക, മഞ്ഞളൊക്കെ മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ തന്നെയാണ് എനിക്ക് എല്ലാ ലേഹ്യങ്ങൾ, പ്രസവാനന്തര ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും ഉമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കഷായമൊക്കെ ഉമ്മാക്ക് ഉണ്ടാക്കാനറിയാം, പക്ഷെ ഞാൻ അതൊന്നും ഒക്കെ വാങ്ങിപ്പിച്ചത് എല്ലാം കൂടെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാവല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ലേഹ്യങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ പൂക്കുല ലേഹ്യമൊക്കെ ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞു വാങ്ങിക്കാമെന്ന്, കാരണം ഉമ്മാനെ കൊണ്ട് ചെയ്യിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ തെങ്ങും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഉമ്മ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അതിലേക്ക് ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ അളവ് എനിക്ക് എത്രയെന്ന് ഓർമ്മയില്ല, ഇക്ക വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നട്ട്സുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. ഞങ്ങളതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ നല്ല രീതിക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് അരച്ചിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും കൂടെ അരച്ചിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഒന്നും പാത്രത്തിലാക്കിയിട്ട് ഒരുപാട് പാത്രമൊന്നും ഇതാക്കുന്നില്ല. ഇതും വെച്ച് അരച്ചിട്ട് സെറ്റാക്കിയിട്ട് അതിലേക്ക് തന്നെ ഇതാക്കി വയ്ക്കുന്നുണ്ട്. മഞ്ഞളിന് കുറച്ചും കൂടെ ഒരു കട്ടി കൂടുതലുണ്ടല്ലോ. പിന്നെ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും, നല്ല പേസ്റ്റായി കിട്ടും. മഞ്ഞൾ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കി എടുക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ രണ്ടും പാടെ അരച്ചിട്ട് ഒരു പാത്രത്തിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിലേക്ക് മറ്റേ ഈത്തപ്പഴമാണല്ലോ ഇടുന്നത്. അപ്പോൾ ഈത്തപ്പഴം ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇടയ്ക്കൊന്നിങ്ങനെ കടിക്കുന്ന രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
അങ്ങനെ ചെയ്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്നും പറഞ്ഞു ഇങ്ങനെ കടിക്കാൻ തരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. എന്നിട്ട് പിന്നെ അതിലിങ്ങനെ വെന്ത് അലിഞ്ഞ് ചേരുമല്ലോ, നല്ലോണം കടിക്കാനൊന്നും ഉണ്ടാവില്ല. നല്ല വെന്തിട്ട് അതിങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവിടെ ഉമ്മ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ആ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ഇതാക്കിയത് ശർക്കര ഇതാക്കി ഇടാൻ നോക്കിയതാട്ടോ, പക്ഷെ പൊട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉമ്മ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. മറ്റേ ശർക്കര വാങ്ങിയതുണ്ടായിരുന്നു, പക്ഷെ ഉലുവ പിഴിഞ്ഞ് കുടിക്കുന്നത് കൊണ്ട് അതിലേക്ക് എടുത്തെടുത്തിട്ടതൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 1/2 കിലോനാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ക്യാരറ്റ് 1/2 കിലോനാണ്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞളും 1/2 കിലോനാണല്ലോ, അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ തീ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തീ അടുപ്പിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അടി കട്ടിയുള്ള പാത്രത്തിൽ, ലേഹ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അടി നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് നാശാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഉമ്മ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം തീയൊക്കെ കത്തിച്ച് നല്ല റാഹത്തായി ബിസ്മിയൊക്കെ ചൊല്ലി ഉരുളടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇളക്കലാണ് കേട്ടോ. ഇളക്കിയിട്ട് അങ്ങോട്ട് ഒരു വിധൗട്ട് 2-2.5 മണിക്കൂറോളം നിന്ന് ഇളക്കന്നെ വേണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സംഭവം ആവുള്ളൂ. അപ്പോൾ അത് രണ്ടും പാടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതായിരിക്കും നമ്മുടെ മഞ്ഞളും ക്യാരറ്റും ഈത്തപ്പഴവും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഇളക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ. കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്ക് തെറിക്കും പോലെയൊക്കെ ആവും കേട്ടോ. അപ്പോഴൊക്കെ ഇളക്കും വേണം, അടി പിടിക്കല്ലോ അല്ലെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കും വേണം, കയ്യിലേക്ക് തെറിക്കാനും പാടില്ല. അങ്ങനത്തെ ഭയങ്കര ഒരു പണി തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ 2-2.5 മണിക്കൂർ ചൂടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കല്ലേ. ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഇളക്കാൻ പറഞ്ഞു കേട്ടോ. ഉമ്മക്ക് തന്നെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ തന്നെ കറക്റ്റ് ഫുള്ളായിട്ട് അതിൽ ഇതാക്കിയിട്ട് തന്നെ ഉമ്മ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വയ്ക്കും കേട്ടോ. ആ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ പിന്നെ ബാക്കി പിന്നെ ഉലുവലേഹ്യം പറഞ്ഞില്ലേ, ചിലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ അത് ഞാൻ ഉലുവ പിഴിഞ്ഞ് കുടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഉലുവ ലേഹ്യം ഉണ്ടാക്കാത്തത്. അത് എങ്ങനെയായാലും നമുക്ക് ഉലുവ ചെന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ ഫുള്ളായിട്ട് അതിലിട്ട് മിക്സാക്കി കൊടുത്തിട്ടോ. അപ്പം ഉമ്മ തമാശ രീതിക്ക് പറയുന്നുണ്ട് കേട്ടോ, ലേഹ്യം ആയിക്കഴിഞ്ഞാലും ശർക്കര അരിയില്ല എന്നാ തോന്നണമെന്നൊക്കെ. സംഭവം കത്തി ഇങ്ങനെ ചൂടായി വരുമ്പോൾ അത് ഇതായിട്ട് വരുന്നല്ലേ, അങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതാ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ വന്ന് നോക്കിയപ്പോൾ ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെടുത്ത് നിൽക്കൽ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ കുട്ടികളെ നോക്കാനും കുട്ടികളുടെ കാര്യത്തിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോയി. ഇപ്പം അത് തന്നെ പരിപാടി ഉച്ചയായിട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം അയക്കണം കേട്ടോ കഴിഞ്ഞപ്പോഴേക്കിനും. പിന്നെ ഇതാ വന്നപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും കൂടെ ആവാണ്ടാവും, അങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മാട് വെച്ചപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇളക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറുകിയിട്ടില്ല, നന്നായിട്ട് ഇനി ഇങ്ങനെ കട്ടയിട്ട് വരാനുണ്ട് കേട്ടോ. മഞ്ഞളൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വരണമല്ലോ. പിന്നെ വന്നപ്പോൾ ഇതാ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും ഒന്നും കൂടെ കട്ട വേണ്ട, നമ്മൾ ചൂടുള്ള അടുപ്പത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴാണ് എടുക്കുക. അപ്പോഴാണ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നല്ല കട്ടയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. പിറ്റേ ദിവസത്തിനും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു, കാരണം ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അതൊക്കെ റെഡിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ വ്ളോഗിലൊക്കെ ഇൻഷാ അല്ലാഹ് അത് കാണിക്കാം കേട്ടോ. ഞാൻ എങ്ങനെയായി നല്ല കട്ടയായിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും കഴിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ, പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണല്ലോ ഉണ്ടാക്കുക, നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.